പേട്ടയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിഥി തൊഴിലാളിയുടെ മകളെ കാണാതായത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കാണാതായ സ്ഥലത്തു നിന്ന് കുറച്ചു മാറി കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ അമ്പരപ്പിക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. തുടക്കം മുതൽ തന്നെ സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടായിരുന്നു. സംഭവത്തിന്റെ ദുരൂഹത അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അന്വേഷണവുമായി കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും സഹകരിക്കുന്നില്ല. കുട്ടിയുമായി സ്വദേശത്തേക്ക് പോകുകയാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിനിടെയാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന സൂചന പുറത്തു വരുന്നത്. കുട്ടിയെ ഒഴിവാക്കാൻ അമ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം. കുട്ടിയുടെ അമ്മ 5ാമതും ഗർഭിണിയാണ്. പെൺകുട്ടി ആയതിനാൽ കുട്ടിയെ ഒഴിവാക്കാൻ കാത്തിരുന്ന അമ്മ കേരളത്തിലെത്തിയപ്പോൾ ശുചിമുറിയായി ഉപയോഗിക്കുന്ന ഭാഗത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരിക്കാമെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല, കുട്ടിയുടെ പിതൃത്വത്തെക്കുറിച്ച് സംശയം തോന്നിയ പോലീസ് പിതാവിന്റെയും പിതൃ സഹോദരന്റെയും ഉൾപ്പെടെ DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനുവരി, ഏപ്രിൽ സമയങ്ങളിൽ കേരളത്തിലെത്തുന്ന ഇവർ തേൻ ശേഖരിക്കാനെന്ന പേരിലാണ് വിവിധ ഭാഗങ്ങളിൽ തമ്പടിക്കാറുള്ളത്. പിതാവിന്റെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഇയാൾ നാട്ടിലെ ലക്ഷപ്രഭുവാണെന്നും ഏക്കർ കണക്കിന് സ്ഥലമുള്ള കർഷകനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബീഹാറിലെ ഹിന്ദു വിഭാഗത്തിൽ ജീവിച്ചിരുന്ന കുടുംബം മുഴുവനായും മറ്റൊരു മതവിഭാഗത്തിലേക്ക് മാറിയത് കേരളത്തിൽ എത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ്. ഇതിനുശേഷം കുട്ടിയുടെ പിതാവിന്റെ അക്കൗണ്ടിൽ ലക്ഷത്തോളം രൂപ വന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെത്തി തേൻ ശേഖരിക്കുമ്പോൾ ഇയാൾക്ക് ലഭിക്കുന്നത് 300 രൂപയോളമാണ്. സംഘത്തിലെ 20 പേരടങ്ങുന്നവർക്ക് 300 രൂപയിൽ എങ്ങനെ ജീവിക്കാനാകുമെന്നതും ചോദ്യമാണ്. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നില്ല. ബ്രഹ്മോസിന്റെ അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടം. കുട്ടിയുടെ കുടുംബം ശുചിമുറിയായി ഉപയോഗിക്കുന്ന സ്ഥലം ഇവിടെയാണ്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് പാമ്പുകളൊക്കെ ഉണ്ടാകുമെന്നതിനാൽ പോലീസും കാര്യമായ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് കാണിച്ചിരുന്നില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട്. കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ഭയപ്പാടൊന്നുമില്ലാതെ മലർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. കുട്ടിയെ നന്നായി അറിയാവുന്നവർ ആരെങ്കിലും കിടത്തിയിട്ട് പോയതിനാലാകാം കുട്ടി ഭയന്ന് ശബ്ദമുണ്ടാക്കാതെ കിടന്നതെന്ന നിഗമനവും പോലീസിനുണ്ട്. സംഭവ ദിവസം 3 സഹോദരങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടിയും ഉറങ്ങാൻ കിടന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അർദ്ധരാത്രി 12 മണിക്ക് തിരുവനന്തപുരം പേട്ടയിൽ ഓൾ സെയിൻസ് കോളേജിന് സമീപമായിരുന്നു സംഭവം. അമർദീപ്, റബീന ദേവി ദമ്പതികളുടെ മകളായ മേരിയെയാണ് കാണാതായതായി പറഞ്ഞത്. ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. കുട്ടികളെല്ലാം ഇപ്പോൾ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സുരക്ഷിതരാണ്.